ഹായ് ഓൾ, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് പോളിമേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ പോളിമേഴ്സിൽ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആ ഒരു ടോപ്പിക്സ് നമുക്കിപ്പോൾ PVC, അതുപോലെ തന്നെ നൈലോൺ, അങ്ങനെ കുറച്ച് പോളിത്തീൻ, അങ്ങനെ കുറച്ച് പോളിമേഴ്സിൻ്റെ പേരുകളും അതുപോലെ അതിൻ്റെ യൂസസും ആപ്ലിക്കേഷൻസ് ഒക്കെ ആണ് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ആ എക്സാമ്പിൾസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് പോളിമേഴ്സിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഓരോരോ എക്സാമ്പിൾസിലോട്ട് പോവാം. ഓക്കെ, അത് നമുക്ക് പോളിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. The word polymer is derived from two Greek words, poly means many and mer means unit or part. അപ്പം polymer എന്ന് പറയുന്ന വേർഡ് രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തതാണ്, പോളി അതുപോലെ തന്നെ മർ. ഓക്കെ, പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നുള്ള മീനിങ് ആണ്, മർ മീൻസ് യൂണിറ്റ്സ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പോളി മീൻസ് മെനി ആൻഡ് mer മീൻസ് യൂണിറ്റ് അല്ലെങ്കിൽ പാർട്ട് എന്നുള്ള മീനിങ് ആണ്. പോളിമേഴ്സ് ആർ ഹൈ മോളിക്കുലർ വെയിറ്റ് മോളിക്യൂൾസ് ഇൻ വിച്ച് സർട്ടൺ സ്ട്രക്ചറൽ യൂണിറ്റ്സ് റിപ്പീറ്റ് ദംസെൽസ് ഇൻ എ റെഗുലർ മാനർ. അപ്പോൾ പോളിമർ എന്ന് പറയുന്നത് ജനറലി ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, റിപ്പീറ്റഡ്ലി അല്ലെ വളരെ സ്മോളർ യൂണിറ്റ്സ്. ഓക്കെ, സ്മോളർ യൂണിറ്റ്സ് സെയിം ടൈപ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആവാം കേട്ടോ. അപ്പോൾ കുറേ സിംപ്ലർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ലാർജർ മോളിക്കുലർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ് എന്ത്, ഈ പറയുന്ന പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സ്മോളർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ആ ഇൻഡിവിജ്വൽ സ്മോളർ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ലാർജ് നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ഈ പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് സ്മോളർ സ്ട്രക്ചറൽ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പോളിമർ ഫോം ചെയ്യുന്നത്. ഇനി ഈ കമ്പൈൻ ചെയ്യുന്ന സ്മോളർ സ്ട്രക്ചറൽ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. സോ വി ക്യാൻ സീ ദാറ്റ് polymer is formed by combining large number of simpler units called a monomer. Okay. The simple units from which the repeating structural units are derived are called monomers and they are linked together by covalent bonds. For example, the polymer polyethylene is formed from the monomer ethylene. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പോളിത്തീൻ, നമ്മൾ സാധാരണ പറയുന്ന ഒരു പോളിമറിൻ്റെ എക്സാമ്പിളാണ് പോളിത്തീൻ. ഓക്കെ, അപ്പോൾ പോളിത്തീനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാർജർ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു പോളിമറാണ് ഈ പോളിത്തീൻ. ഈ പോളിത്തീൻ ഫോം ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ സ്മോളർ യൂണിറ്റ്സ് ആയിട്ടുള്ള ഈത്തീൻ മോളിക്യൂൾസ് ധാരാളം കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ പോളിത്തീൻ എന്ന് പറയുന്ന ഈ ഒരു പോളിമർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോളിത്തീൻ്റെ കേസിലെ മോണോമർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈത്തീൻ. ലാർജ് നമ്പർ ഓഫ് ഈത്തീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പോളിത്തീൻ എന്ന് പറഞ്ഞ ഈ പോളിമർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സിംപ്ലർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈത്തീൻ ആണ്. ഓക്കെ, അപ്പോൾ പോളിത്തീൻ്റെ കേസിലുള്ള മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, ഈത്തീൻ, അല്ലെങ്കിൽ പോളിയെത്തിലീൻ്റെ കേസിൽ എത്തിലീൻ ആണെന്ന് പറയാം. The overall reaction leading to the formation of polymers from monomers is called polymerization. അപ്പം നമുക്കറിയാം പോളിമേഴ്സ് ഫോം ചെയ്യുന്നത് ധാരാളം മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ഒരു പോളിമർ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പോളിമറൈസേഷൻ. ഓക്കെ, മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് പോളിമേഴ്സ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. The polymers formed from only one type of monomer are called a homopolymer. For example, polythene is a homopolymer and a polymer which are formed from two or more different monomers are called copolymer and the reaction is called copolymerization. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചില സമയത്ത് ഒരു സിംഗിൾ മോണോമർ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പോളിമർ ഫോം ചെയ്യുന്നത്. ചില സമയത്ത് ഒന്നിലധികം മോണോമർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പോളിമർ ഫോം ചെയ്യുന്നത്. ഒന്നെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പോളിമർ ഫോം ചെയ്യാം, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടും പോളിമർ ഫോം ചെയ്യാം. ഇപ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്സുകളാണ് കമ്പൈൻ ചെയ്തിട്ട് പോളിമർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോളിമേഴ്സിനെ നമ്മൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറയും. എന്താ ഹോമോ പോളിമേഴ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിത്തീൻ്റെ കേസ് തന്നെ നോക്കാം, പോളിയെത്തിലീൻ്റെ കേസ് തന്നെ നോക്കിക്കേ. ഈ പോളിമറിൽ ഏത് മോണോമർ മാത്രമേ ഉള്ളൂ,
എത്തിലീൻ മോണോമർ മാത്രമേ ഉള്ളൂ. എത്തിലീൻ മോണോമർ മാത്രം കമ്പൈൻ ചെയ്തിട്ടാണ് പോളി എത്തിലീൻ എന്ന് പറയുന്ന പോളിമർ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്തിലീൻ മോണോമർ മാത്രം കമ്പൈൻ ചെയ്തിട്ടാണ് പോളി എത്തിലീൻ എന്ന് പറയുന്ന ആ ഒരു പോളിമർ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഹോമോ പോളിമറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലേ. പോളി എത്തിലീൻ എന്ന് പറയുന്ന പോളിമർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്തിലീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ മോണോമർ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാം പോളി എത്തിലീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഹോമോ പോളിമർ എന്ന് പറയാം. ഹോമോ പോളിമറിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒന്നിലധികം മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒന്നിലധികം മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പോളിമർ ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോപോളിമർ എന്ന് പറയും. കോപോളിമർ എന്ന് പറയാം. അപ്പം അങ്ങനെ കോപോളിമേഴ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോപോളിമറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു പോളിമേഴ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് പോളിമറൈസേഷൻ. അപ്പോൾ കോപോളിമേഴ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോപോളിമറൈസേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൈലോൺ 66 എന്ന് പറയുന്ന പോളിമർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെക്സാ മെത്തിലീൻ diamine and അഡിപ്പിക് ആസിഡ്, ഈ രണ്ട് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നൈലോൺ 66 ഫോം ചെയ്യുന്നത്. ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും രണ്ട് ഡിഫറെന്റ് മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് നൈലോൺ 66 എന്ന് പറയുന്ന പോളിമർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിലധികം മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത പോളിമർ ആണ് നൈലോൺ 66. സോ ഇതിനെ നമുക്ക് എന്ത് പറയാം, കോപോളിമർ എന്ന് പറയാം. ഒന്നിലധികം മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത്. പക്ഷേ പോളിത്തീൻ്റെ കേസ് എടുത്താൽ ഇതീൻ അല്ലെങ്കിൽ എത്തിലീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിത്തീൻ അല്ലെങ്കിൽ പോളിയെത്തിലീൻ ഫോം ചെയ്തിട്ടുള്ളത്. സോ പോളിത്തീനെ നമുക്ക് എന്തെന്ന് പറയാം, ഹോമോപോളിമർ ആയിട്ടും പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് വിച്ച് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ സിംപ്ലർ യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ്. അപ്പോൾ മോണോമർ യൂണിറ്റ്സ് എന്ന് പറയുന്ന സിംപ്ലർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പോളിമേഴ്സ് ജനറലി കിട്ടുന്നത്. പോളിമേഴ്സ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ. ഇനി പോളിമേഴ്സ് ഫോം ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തും പോളിമേഴ്സ് ഫോം ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടും പോളിമർ ഫോം ചെയ്യാം. സെയിം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിമർ ഫോം ചെയ്താൽ ഹോമോപോളിമർ എന്ന് പറയും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമർ ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോപോളിമേഴ്സ് എന്ന് പറയും. ആൻഡ് ആ പ്രോസസ്സിനെ നമ്മൾ കോപോളിമറൈസേഷൻ എന്നും പറയുന്നു. ഓക്കെ ആണല്ലോ ഇത്രേ. ഇനി അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ ആണ്. പോളിമേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. We can classify the polymers into two types, and this is based on the origin of the polymers, and they are natural polymers, semi-synthetic polymers and synthetic polymers. അപ്പം നമുക്ക് ജനറലി പോളിമേഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം, അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ പല ഹെഡിങ്സിൻ്റെ അണ്ടറിൽ നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്. നമുക്ക് എവിടെ നിന്നൊക്കെയാണോ ഈ പോളിമേഴ്സിനെ കിട്ടുന്നത് അതിൻ്റെ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോളിമേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? സിന്തറ്റിക് പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആൻഡ് നാച്ചുറൽ പോളിമേഴ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ സോഴ്സസ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സ്, മാൻമെയ്ഡ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്നവരാണ് എന്ത്, സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളവരാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് ആർ ദോസ് കം ഫ്രം നേച്ചർ ആൻഡ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നൊക്കെ കിട്ടുന്ന പോളിമേഴ്സ് ആണ് നാച്ചുറൽ പോളിമേഴ്സ്. ദേ ആർ ഓൾസോ കോൾഡ് ബയോ പോളിമേഴ്സ്. ആൻഡ് എക്സാമ്പിൾസ് നോക്കിക്കേ, എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, റബ്ബർ, സിൽക്ക്, വൂള്, സ്റ്റാർച്ച്, സെല്ലുലോസ്, എൻസൈംസ്. ഇതെല്ലാം തന്നെ നമുക്ക് ഒന്നെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോളിമേഴ്സ് എല്ലാം നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ബിക്കോസ് ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എയ്തർ പ്ലാന്റ്സ് ഓർ ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോളിമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിവരെ എന്തെന്ന് പറയാം, നമുക്കിവരെ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയാം.
അടുത്തത് സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആർ ഒബ്റ്റെയിൻ ഫ്രം നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ സെല്ലുലോസ് അസിറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ് ആൻഡ് സെല്ലുലോസ് സാന്തേറ്റ്. അപ്പം ഈ നാച്ചുറൽ പോളിമേഴ്സിൽ നിന്നും പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോളിമേഴ്സ്, അതാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് കേട്ടോ. നാച്ചുറൽ പോളിമേഴ്സിനെ യൂസ് ചെയ്ത് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സ് ആണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. എക്സാമ്പിൾ സെല്ലുലോസ് അസിറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, അതുപോലെ സെല്ലുലോസ് സാന്തേറ്റ്, ഇതെല്ലാം നാച്ചുറൽ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മാൻ മെയ്ഡ് പോളിമേഴ്സ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമേഴ്സ് ആണ് സിന്തറ്റിക് പോളിമേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് പോളിത്തീന്, നൈലോൺ, PVC, ബാക്കലൈറ്റ്, ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എന്താ സോഴ്സ് അനുസരിച്ചിട്ടാണ് നാച്ചുറൽ, സിന്തറ്റിക് ആൻഡ് സെമി സിന്തറ്റിക് എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് വരുന്നതാണ് ലീനിയർ പോളിമേഴ്സ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് ഉണ്ട്, ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ് ഉണ്ട്. അത് നോക്കിക്കേ. ആദ്യത്തേതാണ് ലീനിയർ പോളിമേഴ്സ്. ലീനിയർ പോളിമേഴ്സ് ആകുമ്പോഴത്തേനും പോളിമേഴ്സ് ലോങ് സ്ട്രെയിറ്റ് ചെയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പോളിമേഴ്സിനെയാണ് ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, PVC, പോളിയെസ്റ്റർ, അതെല്ലാം ഏതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്? ലീനിയർ പോളിമേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിളാണ്. ലോങ് സ്ട്രെയിറ്റ് ചെയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പോളിമേഴ്സ് ആണ് ലോ ഡെൻസിറ്റി പോളിത്തീന്, PVC, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ PVC പൈപ്പ് ഇല്ലേ, PVC, അതാണ്. അതുപോലെ പോളിയെസ്റ്റേഴ്സ്, ഇതെല്ലാം ലീനിയർ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ലീനിയർ പോളിമേഴ്സ് ഉണ്ട് ലോങ് ചെയിൻ പോളിമേഴ്സ് ആയിട്ട്, ഇങ്ങനെ ലോങ് സ്ട്രെയിറ്റ് ചെയിൻസ് ആയിട്ട്, സ്ട്രെയിറ്റ് ചെയിൻ അല്ല ലോങ് ചെയിൻസ് ആയിട്ട് നിൽക്കുന്ന പോളിമേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് ആകുമ്പോൾ എന്താ, ഈ ലോങ് ചെയിൻ പോളിമേഴ്സിനകത്ത് തന്നെ ചെറിയ ചില ബ്രാഞ്ചസും കൂടെ വരുന്നു. ഓക്കെ, ചെറിയ ചില ബ്രാഞ്ചസും കൂടെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ദീസ് പോളിമേഴ്സ് കണ്ടെയ്നിങ് ലീനിയർ ചെയിൻസ് ഹാവിങ് സം ബ്രാഞ്ചസ്. നോക്കിക്കേ, ലീനിയർ ചെയിൻ പോളിമേഴ്സിൽ തന്നെ ചെറിയ ചില ബ്രാഞ്ചസ് കൂടെ വന്നപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ നോക്കി വെച്ചേക്കുക, ലോ ഡെൻസിറ്റി പോളിത്തീൻ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സിനെ തന്നെയാണ് നമ്മൾ 2 dimensional പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ വിച്ച് among the following is considered as 2 dimensional പോളിമേഴ്സ്? ലീനിയർ ചെയിൻ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് ആണ് 2 dimensional പോളിമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ്. These are formed from bifunctional or trifunctional monomers and containing strong covalent bonds between various linear polymer chains. Different ഈ പോളിമർ ചെയിൻസിൻ്റെ ഇടയിൽ സ്ട്രോങ് കോവാലൻ ബോൺസും കൂടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇവർക്കിടയിൽ സ്ട്രോങ് കോവാലൻ ബോൺസും കൂടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ക്രോസ് ലിങ്ക്ഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്രോസ് ലിങ്ക്ഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഇവർക്കിടയിൽ സ്ട്രോങ് കോവാലൻ ബോൺസും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നെറ്റ്വർക്ക് പോളിമേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്നിവരെ സാധാരണ പറയുന്നത്. അടുത്തത് മോഡ് ഓഫ് പോളിമറൈസേഷൻ. നമ്മൾ പോളിമറൈസേഷൻ ടെക്നിക്കിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടായിട്ട് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അഡിഷൻ പോളിമേഴ്സ് എന്നും കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്നും. ഓക്കെ, അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പോളിമറൈസേഷൻ ടെക്നിക്ക് വഴി ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് അഡിഷൻ പോളിമേഴ്സ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്ന പോളിമറൈസേഷൻ ടെക്നിക്ക് വഴി ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഓക്കെ, ഇനി നോക്കിക്കേ, ദ അഡിഷൻ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോണോമർ മോളിക്യൂൾസ് യൂസിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. അപ്പം അഡിഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ഡബിൾ ബോണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുള്ള കുറേ മോണോമർ യൂണിറ്റ്സ് പരസ്പരം ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് അഡിഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിമറൈസേഷനെയാണ് അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡിഷൻ പോളിമേഴ്സിനകത്ത് they are the polymers which are formed by the addition polymerization. Addition polymerization വഴി ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് അഡിഷൻ പോളിമേഴ്സ്. അഡിഷൻ പോളിമേഴ്സിനകത്ത് ലാർജ് നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്സ് വിച്ച് ഹാവിംഗ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ജോയിൻ ടുഗദർ. ഓക്കെ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ധാരാളം മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന പോളിമറാണ് അഡിഷൻ പോളിമേഴ്സ്. എന്നാൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്യുമ്പം
കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യും. അപ്പോൾ വാട്ടർ ആവാം, ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവാം. ഓക്കെ, അതുപോലെയുള്ള ബൈ പ്രോഡക്ട്സിനെ റിലീസ് ചെയ്തുകൊണ്ടാണ് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് പോളിമേഴ്സ് ആയിട്ട് മാറുന്നതെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ദ കണ്ടൻസേഷൻ പോളിമേഴ്സ് ആർ ഫോംഡ് ബൈ റിപ്പീറ്റഡ് കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ബൈഫങ്ഷണൽ ഓർ ട്രൈഫങ്ഷണൽ മോണോമർ യൂണിറ്റ്സ് ത്രൂ എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ് ഓഫ് വാട്ടർ, ആൽക്കഹോൾ, HCl എക്സെട്ര. ഓക്കെ, നമ്മൾ മോണോമർ യൂണിറ്റ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്ത് പോളിമേഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ബൈ പ്രോഡക്ട്സ് ആയിട്ട് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, HCl, ആൽക്കഹോൾ പോലെയുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോൾ അഡിഷൻ പോളിമേഴ്സിനകത്ത് ബൈ പ്രോഡക്ട്സ് ഒന്നും ഇല്ല. നമ്മൾ കൊടുക്കുന്ന മോണോമർ യൂണിറ്റ്സ് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള മോണോമർ യൂണിറ്റ്സ് ആയിരിക്കും. അവർ പരസ്പരം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന പോളിമേഴ്സ് ആണ് അഡിഷൻ പോളിമേഴ്സ്. കണ്ടൻസേഷൻ പോളിമേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മോണോമർ യൂണിറ്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, HCl, ആൽക്കഹോൾ പോലെയുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുക. ഓക്കെ, എക്സാമ്പിളും കൂടെ നോക്കി വെച്ചേക്കുക. ടെർലീൻ, നൈലോൺ 66, നൈലോൺ 6 ഇതൊക്കെ കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അവസാനത്തേതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ്. ഈ മോണോമർ യൂണിറ്റ്സിന്റെ ഇടയിലുള്ള ഫോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആൻഡ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ, ഇലാസ്റ്റോമേഴ്സ്. These are rubber-like solids with elastic properties and polymeric chains are held together by weakest van der Waals interactions. And the examples are BuNS, BuNN, neoprene, etc. അപ്പോൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റബ്ബറിനെ നമുക്കിങ്ങനെ വലിച്ച് ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റില്ല, സ്ട്രെച്ച് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ നമുക്കൊരു റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ് എന്ത്? ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദീസ് ആർ ദ റബ്ബർ ലൈക്ക് സോളിഡ്സ് വിത്ത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. റബ്ബർ പോലെ ഇരിക്കും, നമുക്ക് ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവരെ നമുക്ക് ഈസി ആയിട്ട് വലിച്ചു നീട്ടാൻ പറ്റുമെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? നല്ല ശക്തിയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈസിലി വലിച്ച് ഇങ്ങനെ നീട്ടാൻ പറ്റുമോ? ഇല്ല. സ്ട്രെച്ച് ചെയ്യിക്കാനല്ലേ, ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടണം എങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് വളരെ കുറവായിരിക്കണം. കേട്ടോ, അപ്പം മോണോമർ യൂണിറ്റ്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് വളരെ വീക്ക് ആയിട്ടുള്ള കേസസിൽ അവരെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് റബ്ബർ ലൈക്ക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്, അതുപോലെ ഇലാസ്റ്റിക് നേച്ചറും കാണിക്കും. നമുക്ക് അവരെ വലിച്ച് എത്ര വേണേലും നീട്ടാൻ പറ്റും. എക്സാമ്പിൾസ് നിയോപ്രീൻ ഉണ്ട്, BuNS, BuNN, ഈ പറയുന്ന പോളിമേഴ്സൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് ഫൈബേഴ്സ്. നോക്കിക്കേ, ദീസ് ആർ ദ പോളിമേഴ്സ് വിച്ച് ഹാവ് ക്വൈറ്റ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് സച്ച് എസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഡ്യൂ ടു ദി സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫൈബേഴ്സ് ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ലീസ്റ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇലാസ്റ്റോമേഴ്സിൻ്റെ കേസിൽ പറഞ്ഞു അവർക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സിൽ വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫൈബേഴ്സ് വരുമ്പോഴത്തേന് ഹൈഡ്രജൻ ബോണ്ടിങ് പോലെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർക്കിടയിൽ വരുന്നുണ്ട്? ഫൈബേഴ്സിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി വലിച്ച് എലാസ്റ്റിക് പോലെ ഈസിലി വലിച്ച് നീട്ടാൻ സാധിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പോളിമേഴ്സ് അല്ല ആര്? ഫൈബേഴ്സ്. ഓക്കെ, റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ഡ്യൂ ടു ദി സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫൈബേഴ്സ് ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ലീസ്റ്റ് ഇലാസ്റ്റിസിറ്റി. ദ എക്സാമ്പിൾസ് ഇവിടെ നോക്കി വെച്ചേക്കുക. പോളിഅമൈഡ്സ് ഉണ്ട്, പോളിയെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നൈലോൺ 66, ഡാക്രോൺ, ഇതെല്ലാം ഫൈബേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റോമേഴ്സിൻ്റെ കേസിൽ വീക്ക് ആയിട്ടുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആയിരിക്കും അവർക്കിടയിൽ പ്രസന്റ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ റബ്ബർ പോലെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. എന്നാൽ ഫൈബേഴ്സിൻ്റെ കേസിൽ വരുമ്പോഴത്തേന് അത്യാവശ്യം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോൺസ് ആണ് ഇവർക്കിടയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഈസിലി വലിച്ച് നീട്ടാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളവരാണ് ഫൈബേഴ്സ്. അടുത്തത് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. എന്താണ്? ദേ ആർ നെയ്തർ വെരി സ്ട്രോങ് നോർ വെരി വീക്ക്. ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള പോളിമേഴ്സ് അല്ല ആര്? തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. കേട്ടോ, ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള പോളിമേഴ്സ് അല്ല thermoplastic polymers. They are neither very strong nor very weak, and these are the linear or slightly branched long chain polymer which is capable of softening on heating and hardening on cooling. These examples are polythene, polystyrene, polyvinyl chloride, etc. അപ്പോൾ thermosetting plastics എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് പോളിമേഴ്സിനെ നമുക്ക് ഹീറ്റ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്യുകയും കോൾ ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ സൈമൾട്ടേനിയസ്ലി ഹാർഡും സോഫ്റ്റും ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് നമ്മൾ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രോങ്ങും അല്ല
ഭയങ്കര വീക്കുമായിട്ടുള്ള ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് അല്ല അവർക്കിടയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളതിനെ ഹീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റൻ ആവും. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കും, കൂൾ ചെയ്യുവാണെങ്കിൽ അത് ഹാർഡൻ ആവും. വീണ്ടും നമ്മളത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സോഫ്റ്റൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ അതിനെ തണുപ്പിക്കുന്ന സമയത്ത് അത് ഹാർഡൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സൈമൾട്ടേനിയസ്ലി നമുക്ക് എത്ര വട്ടം വേണമെന്നുണ്ടെങ്കിലും ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് അതിനെ സോഫ്റ്റൻ ചെയ്യാൻ ഹാർഡൻ ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ PVC ഒക്കെ അതുപോലെ അല്ലേ, നമ്മൾ ചൂടാക്കി കൊടുക്കുന്നതിനനുസരിച്ച് അതൊന്ന് ഉരുക്കും. അപ്പോൾ നമുക്ക് അതിനെ വളക്കിയൊക്കെ ചെയ്യാം അല്ലേ. എന്നിട്ട് കുറേ നേരം നമ്മൾ അതിനെ തണുപ്പിച്ച് കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര കട്ടിയാവും വീണ്ടും അല്ലേ. അപ്പോൾ അങ്ങനെ അത് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഹാർഡൻ ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ് എന്ത്, തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ് എക്സെട്ര. അടുത്തത് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആകുമ്പോഴത്തേനും എന്താ, തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആകുമ്പം വൺസ് നമ്മൾ അതിനെ ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, പെർമനന്റ് ആയിട്ട് അത് ഹാർഡൻ ആയി കഴിഞ്ഞു. അങ്ങനെയുള്ള പോളിമേഴ്സ് ആണ് എന്ത്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ഓക്കെ, അപ്പോൾ തെർമോസെറ്റിംഗ് പോളിമേഴ്സിനെ നമുക്ക് തെർമോ പ്ലാസ്റ്റിക്സിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൈമൾട്ടേനിയസ്ലി നമുക്ക് ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുക, ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുക, അത് നടക്കത്തില്ല, അത് പോസിബിൾ അല്ല. ഇവിടെ നമ്മൾ ഒരു വട്ടം ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി ഹാർഡൻ ആയി കഴിഞ്ഞു, വീണ്ടും നമുക്ക് അതിനെ സോഫ്റ്റൻ ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ, തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസിന്റെ ബേസിസിൽ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതായിരുന്നു ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അതിൽ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബറിനെ പോലെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ് എന്ത്, ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ഇലാസ്റ്റോമേഴ്സിന്റെ കേസിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയിരുന്നു അവർക്കിടയിലുള്ള, അതുകൊണ്ടാണ് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റിയത്. ഫൈബേഴ്സ് വരുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോൺസ് ആണ് അവർക്കിടയിലുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലാസ്റ്റോമേഴ്സിനെ പോലെ വലിച്ചിങ്ങനെ നീട്ടാനായിട്ട് പറ്റത്തില്ല. കുറച്ച് സ്ട്രെങ്ത് ഉള്ള ആളുകളാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം തെർമോപ്ലാസ്റ്റിക് പോളിമർ. തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ സ്ട്രോങ്ങും അല്ല ഭയങ്കര വീക്കും അല്ല, നമ്മുടെ ഇലാസ്റ്റോമേഴ്സിൻ്റെ അത്രത്തോളം അങ്ങ് വീക്കും അല്ല, ഫൈബേഴ്സിൻ്റെ അത്രത്തോളം സ്ട്രോങ്ങും അല്ല, അതിൻ്റെ രണ്ടിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വരുന്നവരാണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സോഫ്റ്റൻ ചെയ്യുന്നു, നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് അത് ഹാർഡൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സോഫ്റ്റൻ ചെയ്യുന്നു, വീണ്ടും നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് അത് ഹാർഡൻ ചെയ്യുന്നു. അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് പറയുന്നത്. എന്നാൽ തെർമോസെറ്റിംഗ് പോളിമേഴ്സിൻ്റെ കേസിൽ എന്താ, വൺസ് നമ്മൾ അതിനെ ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് ഹാർഡൻ ചെയ്തു, പിന്നെ നമുക്കതിനെ വീണ്ടും ചൂടാക്കിയിട്ട് സോഫ്റ്റൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഹാർഡൻ ചെയ്തു എങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടായ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവരാണ് എന്ത്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സിലബസിൽ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആയിട്ട് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 പേരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അവരുടെ മോണോമർ യൂണിറ്റ്സ് ഏതാണ്, അവരുടെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് പോളിത്തീൻ്റെ കേസാണ്. പോളിത്തീൻ്റെ കേസിൽ പോളിത്തീൻ തന്നെ 2 ടൈപ്പ് ഓഫ് പോളിത്തീൻ ഉണ്ട്. ലോ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്, ഹൈ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്. ഓക്കെ, പോളിത്തീനിന് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അറിഞ്ഞിരിക്കുക പോളിത്തീൻ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്, ഹൈ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. Low density polythene is obtained by the polymerization of ethene under high pressure of 1000 to 2000 atmospheres at a temperature of 350 Kelvin to 570 Kelvin in the presence of peroxide indicator, and it is chemically inert but flexible and poor conductor of electricity. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോ ഡെൻസിറ്റി പോളിത്തീനെ നിർമ്മിച്ചെടുക്കുക? പോളിത്തീൻ ആവുമ്പോൾ ജനറലി നമുക്കറിയാം അവിടുത്തെ മോണോമർ യൂണിറ്റ്സ് ഈത്തീൻ മോളിക്യൂൾസ് ആയിരിക്കും, ഈത്തീൻ മോണോമേഴ്സ് ആയിരിക്കും അല്ലെ, ഈത്തീൻ ആയിരിക്കും അവിടുത്തെ മോണോമർ യൂണിറ്റ്സ്. അപ്പോൾ ഈ ഈത്തീൻ എന്ന് പറയുന്ന മോണോമർ യൂണിറ്റ്സിന്റെ പോളിമറൈസേഷൻ വഴിയാണ് നമുക്ക് പോളിത്തീൻ എന്ന് പറയുന്ന പോളിമർ കിട്ടുന്നത്. ഓക്കെ, ഇനി പോളിമറൈസേഷൻ നടത്തുന്ന കണ്ടീഷൻസ് ഒന്ന് നോക്കിക്കേ. നമ്മൾ കൊടുക്കുന്നത് ഹൈ പ്രഷർ കണ്ടീഷനാണ്, ഏകദേശം 1000 to 2000 ATM പ്രഷർ, ഹൈ പ്രഷർ കണ്ടീഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഹയർ ടെമ്പറേച്ചറുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 350 Kelvin to 570 Kelvin ടെമ്പറേച്ചറും പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഇൻഡിക്കേറ്റർ. പെറോക്സൈഡ് ഇൻഡിക്കേറ്ററിന്റെ പ്രസൻസിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈത്തീൻ മോണോമറിന്റെ പോളിമറൈസേഷൻ വഴിയാണ് പോളിത്തീൻ ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ ഹൈ പ്രഷറാണ്, 1000 to 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ് ചെയ്യണം.
അതുപോലെ തന്നെ അത്യാവശ്യം ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്, ഏകദേശം ഒരു 350 തൊട്ട് 570 കെൽവിൻ ടെമ്പറേച്ചറിന്റെ പ്രസൻസിൽ പെറോക്സൈഡ് ഇൻഡിക്കേറ്ററും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് ജനറലി കെമിക്കലി ഇനേർട്ട് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അത്രത്തോളം നല്ലതായിട്ട് കണ്ടക്ട് ചെയ്തില്ല, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയുമാണ്. ഇനി ഹൈ ഡെൻസിറ്റി പോളിത്തീൻ്റെ കേസ് എടുത്താൽ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ അഡിഷൻ പോളിമറൈസേഷൻ ഓഫ് ഈഥീൻ ടേക്സ് പ്ലേസ് ഇൻ എ ഹൈഡ്രോകാർബൺ സോൾവെന്റ് ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് സച്ച് എസ് സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റ് അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് 333 കെൽവിൻ ടു 343 കെൽവിൻ അണ്ടർ എ പ്രഷർ ഓഫ് 6 to 7 atm. ഇനി അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ്റെ കേസ് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രീംലി ഹയർ പ്രഷർ ആയിട്ടുള്ള 1000 to 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഹൈ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ പ്രഷർ, ഏകദേശം 6 to 7 atm പ്രഷർ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഏകദേശം രണ്ടിലും കമ്പാരബിൾ ആണ്. നമ്മൾ ലോ ഡെൻസിറ്റിയിൽ 330 to 570 കെൽവിൻ ടെമ്പറേച്ചർ യൂസ് ചെയ്തു, എന്നാൽ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ്റെ കേസിൽ നമ്മൾ ഏകദേശം ഒരു 333 to 343 കെൽവിൻ ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മൾ ഹൈ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞു പെറോക്സൈഡ് ഇൻഡിക്കേറ്ററിന്റെ പ്രസൻസിലാണ് ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചേക്കുക, പോളിത്തീനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ലോ ഡെൻസിറ്റി പോളിത്തീനും ഹൈ ഡെൻസിറ്റി പോളിത്തീനും. ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹൈ പ്രഷർ കണ്ടീഷൻ ആവശ്യമാണ്, 1000 to 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഹൈ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ലോ പ്രഷർ കണ്ടീഷൻ മതി, 6 to 7 atm പ്രഷർ മതി. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത്, ടെമ്പറേച്ചർ കണ്ടീഷൻ ഏകദേശം രണ്ടിടത്തും കമ്പാരബിൾ ആണ്. ഒരു 330 to 570 ആണ് ലോ ഡെൻസിറ്റി പോളിത്തീൻ, ആൻഡ് ഹൈ ഡെൻസിറ്റിയുടെ കേസിൽ ഒരു 330 to 350 റേഞ്ചിലാണ്. ഇനിയും ലോ ഡെൻസിറ്റി പോളിത്തീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പെറോക്സൈഡ് ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സിഗ്ലർ-നാറ്റ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് പ്രിപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി യൂസസ് ഓഫ് പോളി എത്തിലീൻ. പോളിത്തീൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം നോക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് പോളി എത്തിലീൻ ഈസ് ഇൻ ദ പാക്കേജിംഗ് പ്രോഡക്ട്സ്. നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒരു കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതാണ് പോളിത്തീൻ. ഓക്കെ, അപ്പോൾ പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലാണ് കൂടുതലായിട്ട് നമ്മൾ പോളിത്തീനെ യൂസ് ചെയ്യുന്നത്. ദിസ് പോളിമർ ഈസ് ഓഫൺ എംപ്ലോയ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് ഫില്ലിംഗ് ബോട്ടിൽ, കണ്ടെയ്നേഴ്സ് എക്സെട്ര. നമ്മുടെ പ്ലാസ്റ്റിക് ബാഗുകൾ, കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോളിത്തീൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. Then polyethylene is also used in crate, tray, jug that carry milk or fruit juices and other food packaging products. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രേറ്റ്, ട്രേ, ഇച്ചിരി കട്ടി കൂടിയ സാധനങ്ങളുണ്ടല്ലോ, ക്രേറ്റ്, ട്രേ, അങ്ങനത്തെ സാധനങ്ങൾ, അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിത്തീൻ യൂസ് ചെയ്യാറുണ്ട്. Then high density polythene is used in toys, garbage containers, ice trays and other housewares. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോയ്സ്, ഗാർബേജ് കണ്ടെയ്നേഴ്സ്, നമ്മുടെ ഐസിൻ്റെ ഒക്കെ ട്രേ, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ യൂസ് ചെയ്യാറുണ്ട്. Then high density polyethylene is also used in rope, fishing nets, agriculture nets and industrial fabrics. നമ്മുടെ കയറ്, അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന വല, നല്ല കട്ടിയുള്ള വല, ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്, പോളിത്തീൻ യൂസ് ചെയ്യാറുണ്ട്. Then low density polythene is widely used in the production of squeeze bottle, garbage bags, laminations and food packaging due to high flexibility and low cost. അപ്പം ഹൈലി ഫ്ലെക്സിബിൾ ആണ് പോളിത്തീൻ, അതുപോലെ തന്നെ നമുക്ക് വലിയ ചിലവും ഇല്ല, ലോ കോസ്റ്റും ആണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിനൽ ആപ്ലിക്കേഷൻസ്, നമ്മുടെ സ്ക്വീസിങ് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിക്കോട്ടെ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, പോളിത്തീൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്. നമ്മുടെ പൈപ്പ് ഫിറ്റിങ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പോളിത്തീൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പോളിത്തീൻ്റെ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. മോണോമർ യൂണിറ്റ്സ് എന്താണ്, എത്തിലീൻ ആണ് അല്ലേ. മോണോമർ യൂണിറ്റ്സ് എത്തിലീൻ ആണ്. n നമ്പർ ഓഫ് എത്തിലീൻ യൂണിറ്റ്സ് പോളിമറൈസേഷൻ നടന്നിട്ടാണ്. എനിക്ക് നോക്കിക്കേ, മോണോമർ യൂണിറ്റ്സിൽ നിന്ന് പോളിമേഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് മോണോമർ യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്താണ് പോളിമർ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മോണോമർ എങ്കിൽ ആ മോണോമറിനെ ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പോലെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കാണിക്കാൻ. ഓക്കെ, എന്നിട്ട് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് നീണ്ട് എത്ര വേണേലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. ദെൻ പോളിമർ യൂണിറ്റ് ആകുമ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും, സിംഗിൾ ബോണ്ട്. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട്, CH2 വീണ്ടും ആ ലൈൻ ഇതുപോലെ കാണിക്കുന്നത്, അതായത് ഇത് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്, ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് എന്നാണ്. ദെൻ n നമ്പർ ഓഫ് ആളുകളല്ലേ കമ്പൈൻ ചെയ്തത്, അത്
കാണിച്ചിരിക്കണം. n നമ്പർ ഓഫ് ആളുകളാണ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പോളിമേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിലീൻ എന്ന് പറയുന്ന മോണോമർ യൂണിറ്റ് പോളിമറൈസേഷൻ നടത്തി പോളി എത്തിലീൻ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് പോളിത്തീൻ, അതിൽ ലോ ഡെൻസിറ്റി പോളിത്തീനും ഹൈ ഡെൻസിറ്റി പോളിത്തീനും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് നോക്കുക, ദെൻ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പ് കൂടെ നോക്കി വെച്ചേക്കുക. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.